വെൽക്കം ബാക്ക് ടു ആർക്കേനെക്സ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ 10th മെയിൻ എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആയിട്ടാണ്. അതായത് ഒരു ഇമ്പോർട്ടന്റ് അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മുടെ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 3 മാർക്കിനും അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ നിങ്ങളോട് എന്താണേലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അപ്പൊ നമുക്കറിയാം ഈ പ്രാവശ്യം നമ്മുടെ മീൻസ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റിന്റെ പാറ്റേൺ ഒക്കെ കുറച്ച് മാറിയാണ് വരുന്നത്. നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ക്രിസ്മസ് എക്സാം കുറച്ച് ടഫ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ട് അല്ലെ? അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. നിങ്ങൾക്ക് എന്താണേലും ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. അതുപോലുള്ള ഒരു ടോപ്പിക് ആണ് ഈ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അപ്പൊ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങൾ മിസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം. ഓക്കെ, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് തന്നെ മുഴുവൻ കണ്ടിട്ട് പോവാട്ടോ. നിങ്ങൾക്ക് 3 മാർക്കാണ് ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടാൻ പോകുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എക്സാമിന്, റൈറ്റ്? യെസ്. അപ്പൊ എന്താണ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്? എന്താണ് മക്കളെ, എന്തിനു വേണ്ടിയാണ് ഈ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് നടക്കുന്നത്? ആ പ്രോസസ് എന്തിനു വേണ്ടിയാണ് നടക്കുന്നത്? നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ശരീരത്തില് ഒരു ചെറിയൊരു മുറിവുണ്ടായെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മുറിവുണ്ടായി. അപ്പൊ ആ മുറിവുണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ് ബ്ലഡ് അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും അല്ലെ? അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലഡ് വെസൽ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ബ്ലഡ് വെസൽ ഉണ്ട് അല്ലെ? അപ്പൊ ആ ബ്ലഡ് വെസലില് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു മുറിവുണ്ടായി. എന്തെങ്കിലും ചാൻസ്, പല ചാൻസസ് ഉണ്ട്. നമ്മളിപ്പോ കത്തിയെടുത്ത സമയത്ത് അറിയാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കത്തി തെന്നിപ്പോയി. അപ്പൊ ചെറിയൊരു കട്ടുണ്ടായി അല്ലെ? അപ്പൊ നമ്മുടെ മുകളിലത്തെ സ്കിന്നും അതിന്റെ ഉള്ളിലത്തെ ലെയേഴ്സും ആണ് അവിടെ കട്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിന്റെ ഉള്ളില് ഈ ഒരു ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്ലേറ്റ്ലെറ്റ്സും WBCയും RBC എല്ലാം കാണാം, റൈറ്റ്? ഇതെല്ലാം ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ന്യൂട്രിയൻസും ഓക്സിജനും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താണ് ബ്ലഡിന്റെ ഉള്ളിൽ കൂടിയാണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? ഈ സമയത്ത് കട്ട് വരുമ്പോൾ ഇവിടെ നോർമൽ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ബ്ലഡ് പെട്ടെന്ന് ഈ കട്ടിലൂടെ പുറത്തേക്ക് പോകാൻ തുടങ്ങും അല്ലെ? അപ്പൊ ആ കട്ടിലൂടെ പുറത്തേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെ ഒത്തിരി നേരം ഈ കട്ടിലൂടെ ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? അറ്റ് ദി എൻഡ് എന്താണ്? നമ്മുടെ മരണമായിരിക്കും. അതാണ് ഈ ചോര വാർന്ന് പോയിട്ട് മരിച്ചു എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കാം അല്ലെ? അത് ഈ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആരും കാണാതിരുന്നു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബ്ലഡ് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻസോ ഓക്സിജനോ ഒന്നും എത്താതെ നമ്മൾ അവസാനം എന്താണ്? മരണത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ കുറച്ച് മെക്കാനിസംസ് ഉള്ളത്. അപ്പൊ ഈ ബ്ലഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, അപ്പൊ അവിടെ ഒരു കട്ടുണ്ടായി ബ്ലഡ് പുറത്തേക്ക് പോകുന്നു എന്നത് നമ്മുടെ ബോഡിക്ക് തന്നെ അവിടെ മനസ്സിലാവും. അപ്പൊ അത് ബോഡി തന്നെ ആദ്യം വിജിലന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വിജിലന്റ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പെട്ടെന്ന് ചെറിയൊരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഈസി ആയിട്ട് പോകുന്നത് അത്ര ഈസിയർ ആയിട്ടല്ല പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഒരു റോഡ്, ഒരു നല്ല അടിപൊളി ഒരു റോഡ്, ആ റോഡിൽ നമ്മളിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവിടെ ഈ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കട്ടർ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിടവ് അവിടെ ഫോം ചെയ്യാണ്. അപ്പൊ നമ്മൾ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ട്രാഫിക് പിന്നെ അതുപോലെ ആയിരിക്കും പോവുക? അല്ല, അവിടെ ആ കട്ട് വരുമ്പം എന്താണ്? അവിടെ ഒരു പ്രശ്നം അവിടെ വന്നിട്ടുണ്ട് അല്ലെ? അത് നമ്മളെല്ലാവരും വിജിലന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു കട്ടിനെ എന്താണ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ അടുത്തേക്ക് എന്താണ് ഹെൽപ്പേഴ്സ്, ആ റോഡിലേക്ക് കുറച്ച് ഹെൽപ്പേഴ്സ് വരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ബ്ലഡ് വെസലും നമ്മുടെ റോഡുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കട്ട് വന്നു, അവിടേക്ക് ഓടി വരുന്ന ആദ്യത്തെ ഹെൽപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ആദ്യം ആരാണ് വരുന്നത്? നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് പെട്ടെന്ന് ഓടി ഈ കട്ട് ആ ഒരു ചെറിയൊരു മുറിവുണ്ടാവുമല്ലോ, ആ മുറിവിലേക്ക് ഓടി വരുന്നു. എന്നിട്ട് പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കൂടെ കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്ലഗ് ഫോം ചെയ്യാണ്. ഒരു ആദ്യത്തെ ഒരു ഇനിഷ്യൽ മീൻസ് നമ്മുടെ ഒരു പ്രിക്വേഷൻ എന്നുള്ള രീതിയിൽ അധികം ബ്ലഡ് പുറത്തു പോകാത്ത രീതിയിൽ എന്താണ് ഒരു ചെറിയൊരു പ്ലഗ് അവിടെ ഫോം ചെയ്യാണ്. പക്ഷെ നമുക്കറിയാം ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ആ പ്ലഗിന് അധികം നേരം അങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല. കാരണം അതിനെ തകർത്തിട്ട് എന്താണ് ബ്ലഡ് പുറത്തേക്ക് പോകും. അപ്പൊ ഈ പ്ലേറ്റ്ലെറ്റ്സും അവിടുത്തെ ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ ഒക്കെ ഇത് അവെയർ ആയി ഇവിടെ വന്ന് ഈ പ്ലഗ് ഒക്കെ ഫോം ചെയ്തു. ആ സമയത്ത് എന്താണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് ഒരാളെ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യാണ്. പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് അവിടെ സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പൊ ഈ ഹെൽപ്പേഴ്സ് ആദ്യം അവിടെയുള്ള ഇനിഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഹെൽപ്പേഴ്സ് വന്നു റോഡിന്റെ അറ്റകുറ്റപ്പണി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഹെൽപ്പേഴ്സ് എന്താണ് ബാക്കിയുള്ള ടൂൾസ് ഒക്കെ ആയിട്ട് ആൾക്കാരോട് വരാൻ ഇൻഫോം ചെയ്യുന്നു. അതേപോലെ
ആരാണ് ഇവിടെ ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നത്. അപ്പൊ ആ ഇൻഫോർമേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു എൻസൈം എന്താണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതാണ് ആ എൻസൈം എന്ന് പറയുന്നത്? യെസ്, ദാറ്റ് ഇസ് ത്രോംബോപ്ലാസ്റ്റിൻ. ആരാണ്? ത്രോംബോപ്ലാസ്റ്റിൻ അവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഈ ത്രോംബോപ്ലാസ്റ്റിന് ആക്ടിവേറ്റ് ആകുമ്പോൾ ത്രോംബോപ്ലാസ്റ്റിൻ എണീറ്റു അല്ലെ, അതൊരു ടൂളാണ് ആ ഒരു എൻസൈം എന്ന് പറയുന്നത്. ത്രോംബോപ്ലാസ്റ്റിൻ പോയിട്ട് ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? നമ്മുടെ പ്രോത്രോംബിൻ ആണ്. ആരാണ്? നമ്മുടെ പ്രോത്രോംബിൻ. അപ്പൊ അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആളുണ്ട്, നമ്മുടെ പ്രോത്രോംബിൻ. പ്രോത്രോംബിനെ പെട്ടെന്ന് ഇൻഫോർമേഷൻ കൊടുക്കുന്നു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഓടി സ്ഥലത്തെത്തുക, സൈറ്റിലേക്ക് എത്തുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ പ്രോത്രോംബിൻ എന്താണ്? ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫോം ഒക്കെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ആള് പെട്ടെന്ന് ഞെട്ടി എണീറ്റു, ഇവിടെ എമർജൻസി ആണ് എന്നും പറഞ്ഞിട്ട് ആള് പോകുന്നു. അത് എങ്ങോട്ടായിട്ട്? ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതായത് ടൂൾസ് ഒക്കെ എടുത്ത് ആക്റ്റീവ് ആയിട്ട് നിൽക്കുകയാണ്. അവരെ നമ്മൾ എന്താന്ന് വിളിക്കുന്നു? ത്രോംബിൻ എന്ന് വിളിക്കുന്നു. എന്താണ്? ത്രോംബിൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ത്രോംബിൻ പോയിട്ട് ഇവിടെ നമുക്ക് കാണാം എന്താണ്? ഫസ്റ്റ് ഈ ഒരു കട്ട് ഉണ്ടായി അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞ എൻസൈം അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ ഈ ഒരു ത്രോംബോപ്ലാസ്റ്റിൻ പോയിട്ട് പ്രോത്രോംബിനെ ആരായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? നമ്മുടെ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു പ്രോട്ടീൻ ആണ്. ഫൈൻ. ഇനി ത്രോംബിൻ എന്ത് ചെയ്യുന്നു? ഇനി അടുത്ത ആളെ വിളിക്കുകയാണ്. വേഗം പോയിട്ട് അടുത്ത ആളെ വിളിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് തന്നെ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേഗം പോയിട്ട് അടുത്ത ആളോട് എണീക്കാൻ പറയുന്നു. മീൻസ് എമർജൻസി ഉണ്ടെന്ന് പറയുന്നു, നമ്മുടെ റോഡ് ട്രാഫിക് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പൊ ആരെയാണ് വിളിക്കുന്നത്? അതാണ് നമ്മുടെ അടുത്ത ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറഞ്ഞ ഫൈബ്രിനോജൻ. ആരാണ്? ഫൈബ്രിനോജൻ. അടുത്ത ആൾ ആരാണ്? നമ്മുടെ ഫൈബ്രിനോജൻ ആണ്. അപ്പൊ ത്രോംബിൻ പോയിട്ട് ആരെ വിളിക്കുന്നു? നമ്മുടെ ഫൈബ്രിനോജനെ വിളിക്കുന്നു. ഈ ഫൈബ്രിനോജൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ടൂൾസ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് ഫൈബ്രിനും എത്തി. ഓക്കെ, ഇനി അവർ എങ്ങോട്ടേക്ക് എത്തുന്നു? നമ്മുടെ കട്ട് അല്ലെങ്കിൽ ആ വൂണ്ടിന്റെ ഭാഗത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നത്? ഈ ഫൈബ്രിന് ആക്ച്വലി നെറ്റ്വർക്ക്സ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് അവിടെ പ്ലേറ്റ്ലെറ്റ്സ് ഓൾറെഡി കുറച്ച് പേര് അവിടെ പ്ലഗ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ പോയിട്ട് കുറച്ചും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്താണ് സിമെന്റും കല്ലും മണ്ണും എല്ലാം എടുത്തോണ്ട് വന്നു. അവിടെ ടൂൾസ് എല്ലാം സെറ്റാക്കി അവർ ഓടി വന്നിട്ട് എന്താണ് അതിനെ ഒരു ബേസ് അവിടെ ഫോം ചെയ്യാണ്. ഒരു കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് അവിടെ ഫോം ചെയ്യാണ്. അവിടെയാണ് നമ്മുടെ ഫൈബ്രിന്റെ റോൾ എന്ന് പറയുന്നത്. ഫൈബ്രിൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള കുറെ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ മെഷസ് ഇവിടെ ഫോം ചെയ്യുന്നു. അങ്ങനെ എന്താണ് നമ്മുടെ കട്ട് അവിടെ വേഗം അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് എന്താണ് നമ്മുടെ ഈ പരിപാടി അവിടെ സെറ്റ് ആക്കുന്നു. നമ്മുടെ ബ്ലഡ് അവിടെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. ബ്ലഡ് എന്താണ് പുറത്തേക്ക് ഊസ് ഔട്ട് ചെയ്യാണ്ട് അവിടെ വന്നിട്ട് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കംപ്ലീറ്റ് കട്ടിനെ എന്താണ് മെല്ലെ പുതിയൊരു ലെയർ വെച്ചിട്ട് അവരങ്ങോട്ട് മറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ആ ഒരു ബ്ലഡ് ക്ലോട്ട് അവിടെ ഫോം ചെയ്യാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലഡ് ക്ലോട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ രക്തം കട്ട പിടിക്കല് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ വൂണ്ട് മെല്ലെ മെല്ലെ അതിനുശേഷം വൂണ്ട് മെല്ലെ മെല്ലെ ഹീൽ ചെയ്യുന്നു. അവിടെ ഒരു എക്സ്ട്രാ സ്കിൻ ലെയർ ഫോം ചെയ്യുന്നു. എന്നിട്ട് അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പഴയതുപോലെ നമ്മുടെ നോർമൽ സ്കിൻ ആയിട്ട് തന്നെ അത് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഒത്തിരി വേറെ ഫാക്ടേഴ്സ് ഒക്കെ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ കാൽസ്യം അയോൺസും അതുപോലെ തന്നെ മീൻസ് K+ അയോൺസ് ഒക്കെ എന്താണ് ഇവിടെ ഒത്തിരി റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇവിടെ പഠിക്കണ്ട. പക്ഷെ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞിരിക്കുക. ഇവിടെ ആരൊക്കെയാണ് ആക്ടിവേറ്റ് ആക്കപ്പെടുന്നത്, ആര് കാരണമാണ് അത് ആക്ടിവേറ്റ് ആവുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ഉണ്ട്. രക്തം കട്ട പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് വായിച്ചു നോക്കുക. ഫൈൻ, അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചു പോവുക. നമുക്ക് എക്സാമിന് നല്ലൊരു സ്കോറിലേക്ക് എത്തണം. ഓക്കെ, ഫൈൻ. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.